നമഃശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്തയേ നിഷ്പ്രപഞ്ചായ ശാന്തായ ശ്രീനീലകണ്ഠായ തേ നമഃ. സ്വാമി സത്യാനന്ദായ തേ നമഃ. നമസ്കാരം. ലളിത സഹസ്രനാമ പഠനം 150 നമ്മൾ നിൽക്കുന്നത്. 150ാമത്തെ നാമം നോക്കാം. ഓം നിരവധ്യായേ നമ, നമ്മൾ കണ്ടു. ഇനി ഓം നിഷ്കാരണായേ നമ, ഓം നിഷ്കളങ്കായേ നമ, ഓം നിരുപാധയേ നമ, ഓം നിരീശ്വരായേ നമ, ഓം നിരാഗായേ നമ, ഓം രാഗമഥനായേ നമ, ഓം നിർമ്മദായേ നമ, ഓം മദനാശിന്യേ നമ, ഓം നിശ്ചിന്തായേ നമ, ഓം നിരഹങ്കാരായേ നമ, ഓം നിർമോഹായേ നമ, ഓം മോഹനാശിന്യേ നമ, ഓം നിർമ്മമായേ നമ, ഓം മമദാഹന്ത്രേ നമ, ഓം നിഷ്പാപായേ നമ, ഓം പാപനാശിന്യേ നമ. ഇത്രയും നമുക്ക് നോക്കാം, പറ്റുന്നിടത്തോളം നോക്കാം. ഓം നിരന്തരായേ നമ. ഇനി അങ്ങോട്ടുള്ള കുറെ നാമങ്ങളൊക്കെ വളരെ ലളിതമാണ്, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓം നിരന്തരായേ നമ. നിരന്തരമായി നിൽക്കുന്നവൾ, അതായത് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കുന്ന കഴിയുന്ന ഏത് കാര്യവും, നമ്മുടെ ബുദ്ധിക്ക് ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷന്റെ അപ്പുറത്തോ ഇപ്പുറത്തുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യന്റെ ചിന്തകൾക്കും മനുഷ്യന്റെ തലച്ചോറിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്ന് പറയും. നാം ഇങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം. നമുക്ക് കുറച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കുക അസാധ്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ 3 കാര്യങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമേ നമുക്ക് ചിന്തിക്കാനും പറ്റൂ, മനസ്സിലാക്കാനും പറ്റൂ, ഭാവന ചെയ്യാൻ പോലും പറ്റും. അതായത് നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചു, ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചാലും, ഒരു ഗുണത്തെക്കുറിച്ച് ചിന്തിച്ചാലും, ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചാലും, എന്തിനെ കുറിച്ചാലും അത് ഒരു കാലത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് കുറെ കാലം അങ്ങനെ നിൽക്കുന്നതാണ്. അത് കുറച്ചു കാലമാവാം, കൂടുതൽ കാലമാവാം, ചിലപ്പോൾ ഒരു അര സെക്കൻഡ് പോലും ഇല്ലാതാവാം, അല്ലെങ്കിൽ കൽപ്പാന്ത കാലത്തോളം നിൽക്കുന്നതാവാം. എന്തായാലും അതൊക്കെ ഒരു പ്രത്യേക നിമിഷത്തിൽ അവസാനിക്കും. അങ്ങനെ അവസാനിക്കാത്ത ആരുമില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഭാവനയ്ക്കും എല്ലാം ഈ 3 കാര്യങ്ങൾക്കകത്തുനിന്നുള്ള കളിയേ ഉള്ളൂ. അതിനപ്പുറത്ത് നിൽക്കുന്നു നമുക്ക് മനസ്സിലാകുന്നതല്ല. അതായത് നിത്യത എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവില്ല, വേണമെങ്കിൽ പറയാം. പക്ഷെ ഈശ്വരൻ നിരന്തരമായി നിൽക്കുന്നത്, അതായത് നിത്യമായി നിൽക്കുന്നതാണ്. അത് സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിന് അപ്പുറമാണ് നിൽക്കുന്നത്. സൃഷ്ടിയായും സ്ഥിതിയായും സംഹാരമായും ഈശ്വരനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ നമ്മൾ ഈശ്വരനെ തേടുന്നതിൽ ഒരു അർത്ഥമില്ല. ഒരു സന്യാസി ഗംഗയിൽ കുളിക്കാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരു മീൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി, ഈ ജലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു, സത്യമാണോ? അപ്പോ സ്വാമി പറഞ്ഞു, സത്യമാണ്. എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് മത്സ്യം ചോദിച്ചു. എവിടെ കിടന്നാണ് മത്സ്യം ചോദിക്കുന്നത്? ജലത്തിൽ കിടന്നു. അപ്പോ ആ യോഗി ചിരിച്ചിട്ട് പറഞ്ഞു, എന്താ കാണിച്ചു തരാൻ വയ്യാത്തെന്താ, വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഈ മഹർഷി പടികൾ കയറി നടന്നുപോയി. മീൻ അദ്ദേഹത്തോടൊപ്പം പോകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് തന്നെ ജലത്തിൽ നിന്ന് മാറി നിന്ന് ജലത്തെ കാണാനും കഴിയില്ല. അതിന് ജലത്തിൽ ആണ്, നമ്മൾ ഈശ്വരനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഈശ്വരൻ സൃഷ്ടിച്ച മായാവലയത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ നമുക്കിത് മായയാണെന്ന് മനസ്സിലാവില്ല. കാര്യം നമ്മൾ മായ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ മായയിൽ നിന്ന് ധ്യാനത്തിലൂടെ പുറത്തു വന്ന്, സാധനയിലൂടെ പുറത്തു വന്ന ഒരു യോഗിക്ക് മാത്രമേ ഇത് മായയാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഒരാള് ഈശ്വരനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ മീൻ ചോദിക്കുന്നത് പോലെയാണ്. ഇതാണ്, ഈശ്വരനുണ്ടോ? നമ്മൾ ഈശ്വരനിലാണ് നിൽക്കുന്നത്. മത്സ്യം ചോദിക്കുന്നു ജലമുണ്ടോ? അതുപോലെ നമ്മൾ ചോദിക്കുന്നു ഈശ്വരനുണ്ടോ എന്നൊക്കെ. ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ എന്താണ് പ്രത്യക്ഷപ്പെടാത്തതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു.
നമ്മൾ ചുറ്റും കാണുന്നത് മുഴുവൻ ഈശ്വരനാണ്. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ നിരന്തരമായി നിൽക്കുന്നവളാണ് ദേവി. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഓം നിഷ്കാരണായേ നമ. നിരന്തരമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തില്ലാത്തത്? നിരന്തരമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റാത്തത്. മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. നമ്മൾ ഏത് കാര്യം എടുത്താലും അതിനകത്തൊരു കാരണം ഉണ്ടാവും. നമ്മളങ്ങനെയാണ്. നിങ്ങൾ എന്തെടുത്തുണ്ടാവും അതിനൊരു കാരണം ഉണ്ടാവും. ഈ കാരണങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? ഉദാഹരണത്തിന് സ്നേഹം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയും സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആരാണ്? നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അതിന് നമുക്കൊരു കാരണം വേണ്ടേ? തീർച്ചയായിട്ടും. ഒന്ന്, അയാൾ നല്ല സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ ആത്മസുഹൃത്താണ്, അല്ലെങ്കിൽ അയാളെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരിക്കൽ അയാൾ എന്നെ സഹായിച്ചു. എന്തൊക്കെ കാരണങ്ങളാണ്? എൻ്റെ വയറ്റിൽ പിറന്നു കാരണം. എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഈ കാരണങ്ങൾക്കെല്ലാം അതീതമാണ്. ഈശ്വരൻ നിങ്ങൾ എന്തിനു സ്നേഹിക്കണം? പക്ഷേ ഈശ്വരൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം സ്നേഹിക്കാൻ ഒരു കാരണവും ഇല്ല. നിങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാള് നിങ്ങളെ പിരിഞ്ഞു പോകുന്നു. പിരിഞ്ഞു പോയിട്ട് അയാൾക്ക് നിങ്ങളൊക്കെ കുറിച്ച് ഒരുപാട് ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഈ വിവാഹമോചന കേസിലൊക്കെ ചെല്ലുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ഒരു 100 കുറ്റങ്ങൾ ഭാര്യ പറയും, ഭാര്യയെക്കുറിച്ച് ഒരു 100 കുറ്റങ്ങൾ ഭർത്താവ്. രണ്ടും പലപ്പോഴും പെരുപ്പിച്ചും ഇല്ലാത്തതൊക്കെയാണ് ഈ പറയുന്നത്. അത് ജഡ്ജിക്കും അറിയാം, വക്കീലന്മാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു നാടകമാണ് ഇത് എന്നുള്ളത് അവർക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്നാലത് കേട്ടല്ലേ പറ്റൂ. പക്ഷേ നിങ്ങൾക്കൊരാളെ പിരിഞ്ഞു പോകാൻ ഒരു 100 കാരണം ഉണ്ടാവും. പക്ഷെ അയാളോടൊപ്പം നിൽക്കാൻ ഒറ്റ കാരണമേ ഉണ്ടാവുള്ളൂ. എന്താണ്? ഞാൻ അയാളെ സ്നേഹിക്കുന്നു. അതാണ് കാരണം. അപ്പൊ ഈശ്വരൻ നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടല്ല. ഇപ്പൊ സൂര്യൻ തന്നെ ഇരിക്കുന്നു, നമുക്ക് പ്രകാശം തരുന്നു, നമുക്ക് ചൂട് തരുന്നു. സൂര്യന്റെ പ്രകാശവും ചൂടും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. സൂര്യന് ഒന്ന് ഒരു നിമിഷം അണഞ്ഞു പോയാൽ ഇവിടെ മുഴുവൻ തീർന്നു, സൗരയുധം തീർന്നു, നമ്മളൊന്നും ഒന്നുമല്ല. പിന്നെ അങ്ങനെയുള്ള സൂര്യൻ രാപ്പകൽ നമുക്ക് വേണ്ടി എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാത്രി സൂര്യൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പാവം സൂര്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് പ്രകാശം തന്ന ആളല്ലേ, അയാൾക്കൊരു പ്രശ്നം വരും, നമ്മൾ കൂടെ നിൽക്കണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ടോർച്ച് അടിച്ച് കൊടുക്കാറുണ്ടോ? ഇല്ല. എന്ത് കാരണത്താലെന്നറിയില്ല, ഒരു കാരണവും ഇല്ലാതെ തന്നെ സൂര്യൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു, നമുക്ക് പ്രകാശവും ഒക്കെ തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെയാണ് ഈശ്വരന്റെ സ്നേഹം. ഈശ്വരനെ സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല, ഒന്നും ചെയ്യാനൊരു കാരണവുമില്ല. ഉള്ളിലൊരു സ്നേഹം എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴും നമുക്ക് സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടോ? ചിലർ ചോദിക്കും. എന്ത് ദുഃഖം വന്നാലും ഞാൻ ഈശ്വരനെ സ്നേഹിക്കുകയുള്ളൂ. കാരണം അതിന് കാരണമില്ല, കാരണമില്ലാത്തൊരു സ്നേഹമാണത്. അപ്പോ ഓം നിഷ്കാരണായേ നമ. കാരണമില്ലാത്തവളെ നമസ്കാരം. ഓം നിഷ്കളങ്കായേ നമ. കളങ്കമില്ല. കാരണം ഒരു കളങ്കമാണല്ലോ സ്നേഹത്തിൽ. നിങ്ങൾ എനിക്ക് ഇന്നതൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം, അല്ലേ? ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് സൗന്ദര്യമുണ്ട്, അയാൾക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, അയാൾക്ക് വീട്ടിലൊക്കെ നല്ല കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ട്, അയാൾക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. എന്തൊക്കെ കണ്ടീഷൻസാണ് നമ്മൾ സ്നേഹിക്കണോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ മുമ്പേ പറയുന്നതല്ലേ? അതൊക്കെ നോക്കിയല്ലേ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അവസാനം ജാതകവും ചേർന്ന്. എന്തിനാണ് ഈ ജാതകത്തിലൊക്കെ നോക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? ഈ ജാതക ചേർച്ചയുടെ ആവശ്യമില്ല. എന്തിന് ജാതകം നോക്കുന്നു വെച്ചാൽ ജാതകത്തിലെങ്കിലും ചേർച്ച ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഒരിടത്തും ഒരു ചേർച്ചയും വരാൻ പോകുന്നില്ല. അപ്പൊ എന്തൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഒരു വരനെയും വധുവിനെയും കതിരണ്ടോത്തെ കൊണ്ട് നിർത്തുന്നത്? എന്നിട്ട് അവരോട് പറയുന്നു സ്നേഹിക്കൂ പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? ആ സ്നേഹവും കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സ്നേഹബന്ധങ്ങൾ തകർന്നു പോകുന്നതിന്റെ ഒരു കാരണം. അപ്പൊ കണ്ടീഷൻ ഇല്ലാതെ ആരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? അത് ദൈവീകമായ ഒരു ഗുണമായതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട്. ഇനി നോക്കാം. ഓം
നിരുപാധയേ നമ. ഉപാധികളൊന്നുമില്ലാത്തവളെ നമസ്കാരം. ഒരു ഉപാധിയൊന്നുമില്ല, എന്ത് ചെയ്യണമെങ്കിലും നേരിട്ട് ചെയ്യും, ഉപാധികളൊന്നുമില്ല. ഓം നിരീശ്വരായേ നമ. വളരെ രസകരമായൊരു നാമതാണ്. നിരീശ്വരായേ നമ. ഈശ്വരൻ ഇല്ലാത്തവളെ. അതെ, ദേവിക്ക് മറ്റൊരു ഈശ്വരൻ ഇല്ല. അതുകൊണ്ട് മറ്റൊരു ഈശ്വരൻ ഇല്ലാത്ത ആള് ആരാണ്? നിരീശ്വരായേ നമ എന്ന് പറയും. ഓം നിരാഗായേ നമ. രാഗങ്ങളില്ലാത്തവളെ നമസ്കാരം. അതിന്റെ അർത്ഥം കുറച്ചുകൂടെ ബാക്കിൽ വരുമ്പോൾ മനസ്സിലാവും. ഓം രാഗമഥനായേ നമ. ഭക്തന്മാരുടെ മനസ്സിലെ രാഗത്തെ മഥിക്കുന്നവളെ. അതായത് ഇവിടെ രാഗമെന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ അറ്റാച്ച്മെന്റ് ഇല്ലാതെയുള്ള സ്നേഹമാണ് ദേവിയുടെ. അതായത് എന്റേതെന്ന് ഒരിക്കലും ഭാവിക്കില്ല. നമ്മളിപ്പോ ഏത് കാര്യത്തിൽ എന്റെ മകൻ എന്നല്ലേ പറയണം, അല്ലെ? എന്റെ ഭർത്താവ്, എന്റെ കാമുകൻ. എന്റെ ഇല്ലെങ്കിലോ കാമുകനുമല്ല ഭർത്താവുമല്ല, നമുക്ക് അറിഞ്ഞേ കൂടാ അങ്ങനെ ഒരാള്. എന്റേതെന്നുള്ള ഭാവം, മമത. എന്റെ ഗുരു എപ്പോഴും പറയാറുണ്ട്, സ്നേഹം നല്ലതാണ്, പക്ഷെ മമത നല്ലതല്ല. അതായത് എന്റെ ആക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രണയം, ആ ഒരു സ്നേഹം, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ആരും ആരുടേതല്ല. ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. കുറച്ചു കാലം അങ്ങനെ പറയാൻ പറ്റുന്നേ ഉള്ളൂ. മനസ്സേ നിൻ സ്വന്തമായി ഒരു തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും നീ ഓർമ്മിക്കൂ, അല്ലേ? മനസ്സേ നിൻ സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥം നീ വീണ്ടും 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 ഓർമ്മിക്കണം. ഇതാരാണ് പാടിയത്? ശ്രീരാമകൃഷ്ണ പരമഹംസർ പാടിയ പാട്ടാണ്. മനസ്സേ നിൻ സ്വന്തമായി ഒരു തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. അച്ഛനമ്മ പോലും തവ മൃതദേഹം കാണുന്നേരം പേടിച്ചു പിന്മാറും കൂടെ വരികയില്ല. നമ്മുടെ അച്ഛനമ്മമാര് പോലും നമ്മുടെ മൃതദേഹം കാണുമ്പോൾ പേടിച്ച് പുറകോട്ട് പോകും. കോവിഡിന്റെ കാലമായതുകൊണ്ട് അച്ഛനമ്മമാരെല്ലാം നാട്ടുകാരെ ഓടും. അപ്പോ നമ്മൾ വളരെ നന്നായി ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ബന്ധങ്ങൾക്ക് വിലയുള്ളൂ. ശങ്കരാചാര്യർ പറയും പോലെ, കുളം വറ്റിക്കഴിഞ്ഞാൽ, വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ കൊക്കുകൾ വരില്ല. പിന്നെ എന്ത് കുളം? വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് അച്ഛൻ? എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ശമ്പളക്കാരനായിരുന്നു. അപ്പോ മകൻ വന്നിട്ട് അച്ഛനോട് എത്ര രൂപ ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇല്ലടാ എൻ്റെ പൈസ ഒന്നുമില്ല. അപ്പോൾ മകന് ദേഷ്യം വന്നു. അവൻ തിരിഞ്ഞു നടന്നിട്ട് ഒരാത്മകഥ, ഇയാൾ പിന്നെ എന്തിനു തന്തയെന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നത്. അപ്പോ അച്ഛൻ ആ മകനെ കണ്ടു വിളിച്ചു, എടാ മന്ത് എൻഡില് നോ തന്ത. എന്നുവെച്ചാ മാസം അവസാനമായി, നീ ഇപ്പൊ എന്നെ തന്താന്ന് വിളിക്കണ്ട, എനിക്ക് വീട്ടിൽ ശമ്പളം കിട്ടുമ്പോൾ മാത്രം നീ എന്നെ അച്ഛാന്ന് വിളിക്കുക. അപ്പോ ഏത് സ്നേഹവും എന്ത് ബന്ധങ്ങളും ഒക്കെ ഉപാധികളും കണ്ടീഷൻസും ഒക്കെ നിറഞ്ഞതാണ്. അല്ലാതൊരു സ്നേഹം നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എങ്കിൽ അത് ദൈവീയമായ ഒരു സ്നേഹമായിരിക്കും. രാഗങ്ങൾക്ക് അതീതനാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് മമത എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിന് ഇല്ലാതവും. രാഗമഥനായേ നമ. ഭക്തരുടെ മനസ്സിലെ രാഗത്തെ മഥിക്കുന്നു, അല്ലെ? നമ്മുടെ മനസ്സിന്റെ ഭക്തിയിൽ ദേവി നൃത്തം ചെയ്യും. ഭക്തരുടെ മനസ്സിൽ ദേവി നൃത്തം ചെയ്യും. ദേവിക്ക് ഇളക്കം വരുന്ന എപ്പോഴാണ്? ഭക്തന്റെ മനസ്സാണ്. ഭക്തനെ കാണുമ്പോൾ പിന്നെ സഹിക്കാൻ പറ്റില്ല ദേവി. അത്തരത്തിൽ ആ അനുരാഗത്തിൽ, ഭഗവാൻ ഈശ്വരനോടുള്ള അനുരാഗത്തിൽ, ആ പ്രണയത്തിൽ മുങ്ങി കുളിക്കുന്നവൾ, അവളാണ് ദേവി. ഓം നിർമ്മതായേ നമ. നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാറ്റവും അതിനകത്തില്ല, ഒരു കാരണവുമില്ല. നിങ്ങൾ വീണ്ടും 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 സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവും ഒരിക്കലും വരാറില്ല. ഓം മതനാശിന്യേ നമ. മതത്തെ നശിപ്പിക്കുന്നവൾ. മതമാണല്ലോ പ്രശ്നം. മനസ്സൊരു മതയാനയാണ്. മതിച്ച് ഞാൻ ആരോ ആണെന്നുള്ളൊരു തോന്നൽ വരും. അത് ഗൃഹസ്ഥനും വരും, സന്യാസിക്കും വരും, എല്ലാവർക്കും വരും. ഞാനൊരു സിനിമാ നടനാണെങ്കിൽ ഞാൻ ഒരു ആക്ടറാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് വേണം. അങ്ങനെ എനിക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. പിന്നെ മേക്കപ്പ് ഇട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആരോ ആണെന്നൊരു തോന്നൽ വരുന്നു. ഞാനൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഞാൻ മീശയ്ക്ക് പിടിച്ച റോഡിൽ നിൽക്കുമ്പോൾ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്നുള്ളത്, അല്ലേ? മന്ത്രിയായിരിക്കുമ്പോൾ
സ്റ്റേറ്റ് കാറിന്റെ ബാക്കിൽ മലർന്ന് കിടന്നിങ്ങനെ പോകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റേതാണ് എന്നുള്ളൊരു ഭാവം വരും. ഞാനൊരു മിനിസ്റ്ററാണ്, ഐ ആം എൻ IAS ഓഫീസർ. അങ്ങനെ പോകുന്നു. അധ്യാപകൻ്റെതായ അഹങ്കാരം, സ്കൂൾ ലീഡറിന്റെ അഹങ്കാരം, ഞാനൊരു പാർട്ടിക്കാരനാണെന്ന അഹങ്കാരം, ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണെന്ന അഹങ്കാരം, ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണെന്ന അഹങ്കാരം, ഇന്ന ആളുടെ ഭർത്താവാണെന്ന അഹങ്കാരം. എന്തിന്? ഒരു സന്യാസിക്ക് ഞാനൊരു സന്യാസിയാണെന്ന്. ഹേയ്, എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞു. ഞാനൊരു സന്യാസിയല്ലേ? ഒരു സന്യാസിയോട് ഇങ്ങനെ പറയാമോ? എന്ത് സന്യാസിയായാലും, എന്ത് അവതാര വേഷം കെട്ടി നടന്നാലും, ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ കാലുകൾ തൊട്ട് തൊഴാനുണ്ടെങ്കിലും, നിങ്ങൾക്ക് കോടിക്കണക്കിന് സമ്പത്തുണ്ടായാലും, നിങ്ങൾ വെറും ഒരു മൃഗം മാത്രമാണ്, വെറും ഒരു മനുഷ്യൻ, അല്ലാതെ ഒന്നുമില്ല. നിങ്ങൾക്കൊരു വയറ്റുവേന വരുമ്പോൾ കിടന്നു പിടയ്ക്കും, ഏത് അവതാരവും കിടന്നു പിടയ്ക്കും. നിങ്ങൾക്ക് നേരെ ഒരു പുലിയെടുത്ത ഇടയിൽ അയ്യോ എന്ന് വിളിച്ചിട്ട് നിങ്ങളും ഓടും. അല്ലാതെ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും നിലനിൽക്കുന്നതല്ല. അതൊക്കെ അഹങ്കാരമൊക്കെ പോവും. IC യൂണിറ്റിൽ കയറി കിടക്കുമ്പോൾ, IC യൂണിറ്റ് എന്ന് വെച്ചാൽ ICU, അപ്പോഴാണ് ദൈവത്തെ കാണുന്നത്. ICU, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്ന ഏക സ്ഥലം അവിടെ മലർന്ന് കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ലോകത്തിന്റെ UN ചീഫായാലും ശരി, അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി, ദൈവമേ ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നല്ലോ, എന്റെ മൂക്കിൽ കൂടെ വായി കൂടെ ഒക്കെ ട്യൂബ് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, കണ്ടവരൊക്കെ എന്റെ ദേഹത്തിട്ട് കുത്തുകയാണല്ലോ, എന്റെ വയറ് കീറിയെടുക്കുകയാണെന്നൊക്കെ തോന്നുന്നു. നമ്മൾ ഹെൽപ്ലെസ് ആയി പോവും. സുനാമി വന്നപ്പോ ലോകം മുഴുവൻ ഹെൽപ്ലെസ് ആയിപ്പോയി. ഇതാ കോവിഡ് വന്നിരിക്കുന്നു. ഏത് അവതാരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനേ പറ്റും. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വിധിയില്ലെങ്കിലോ ആ വിധിക്ക് മുമ്പിൽ സന്തോഷത്തോടെ കീഴടങ്ങാനേ പറ്റും. അവിടെയാണ് മനുഷ്യന്റെ ധൈര്യം. ഇതിന്റെ ധൈര്യം അവിടെ. അപ്പോൾ ഈ അഹങ്കാരങ്ങൾ വച്ച് കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ അഹങ്കാരങ്ങളെയും പൊങ്ങച്ചങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ദാസനായി നിന്നുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട്, എത്ര കണ്ട് ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തുകൊണ്ട്, ഇതിലൊന്നും എന്റേതല്ല, ഇതിൽ എനിക്കൊരു ക്ലെയിമും ഇല്ല, ലോകത്തെ അവസാനമായിട്ട് മോക്ഷം കിട്ടാൻ പോകുന്ന ആത്മാവാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ടു പരം ഏകാന്തമെന്ന വഴി പോകും നിരൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകേണമേ വരദ നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ പറയുന്നത് അതുകൊണ്ടാണ്. ഓരോ യോഗിയും, ഓരോ സാധനം, ഓരോ ഭക്തനും എന്നും ഇതോർക്കണം. വലിയ വലിയ രാജഹംസങ്ങൾ പറന്ന പാതയാണ്, ആകാശപാതയാണ് ഈ ആധ്യാത്മിക വഴി. അവിടെ ഞാനും ഇതാ പറക്കുന്നു, എന്നിട്ട് ഒരു കാക്കയായിട്ട്. ഏകാന്തയോഗികളിൽ ആകാംക്ഷ, അവരെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ട് പരം ഏകാന്തമെന്ന വഴി പോകുന്നതിന് ഞാനും ധ്യാനത്തിയിരിക്കുന്നു, ഞാനും പൂജാമുറിയിരിക്കുന്നു, ഞാനും ഹോമം ചെയ്യുന്നു, ഞാനും ക്ഷേത്രത്തിൽ പോയി സാധനകൾ ചെയ്യുന്നു, ഞാനും നാമം ജപിക്കുന്നു, ഞാനും ലളിതാ സഹസ്രനാമം പറയുന്നു, ഞാനും ഇതാ പഠിപ്പിക്കുന്നു. പക്ഷേ ഞാൻ വെറും ഒരു കാക്കയാണ്. ഏതോ ഒരു നിമിഷമുണ്ട് ഞാനും ഈ പ്രപഞ്ചത്തിന്റെ മായയിൽ മറിഞ്ഞു വീണു പോകുന്ന, അല്ലെ? എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിൽ പറഞ്ഞു, കുഴഞ്ഞു വായസ ഗണവുമന്നേരം തെളിഞ്ഞു, അല്ലെ? തെളിഞ്ഞു വായസ ഗണവും. കാക്കയാണെന്നുള്ള കാര്യം മനസ്സിലായി. ചിറക് മന്ദീഭവിച്ച് കുഴഞ്ഞു വീണു സമുദ്രത്തിൽ എന്ന് പറയുന്നു. അതുപോലെയാണ് നമ്മളും എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് സാധകൻ. മതം എന്ന് പറയുന്ന സാധനം ഒരിക്കലും മനസ്സിൽ വരാതെ സാധകൻ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ ഗുരു തന്നൊരു ഉപദേശമുണ്ട്. എന്നും രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ പറയണം, എന്താണ്? ഞാൻ ഇന്ന് ആധ്യാത്മിക വേദിയിൽ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ജൂനിയർ സ്റ്റുഡൻറ്റ് ഞാനാണ്. ഇപ്പോൾ ഞാൻ സാധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു ക്ലെയിമും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സകല സാധകരും എന്നെക്കാൾ വലിയ ആളുകളാണ്. ഞാൻ ഇപ്പം ഇതാ ഇറങ്ങിയുള്ളൂ, എ ന്യൂ ബോൺ ബേബി ഇൻ സ്പിരിച്വാലിറ്റി. പിന്നെ വേറെ കാര്യം കൊണ്ട് ആലോചിക്കണം, എന്താണ്? ഇന്നാണ് എൻ്റെ സമാധി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മരിച്ചു, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ മാക്സിമം ഈ സാധനയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം. ഇത് രണ്ടും എപ്പോഴും സൂക്ഷിക്കണം എന്ന് ഗുരു പറയും. ആണ്, ഞാൻ ഏറ്റവും താണവനാണ്, ഏറ്റവും സാധനയിൽ ഇങ്ങേ അറ്റം ഇരിക്കുന്ന ആളാണ് ഞാൻ എന്ന് എപ്പോഴും സ്വയം ചിന്തിക്കണം. മാത്രമല്ല എനിക്ക് കളയാൻ സമയമില്ല. കാരണം ഞാൻ
എന്ത് കാര്യത്തിനാണ് വന്ന് അത് ചെയ്തിട്ട് പോകണം. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ആളുകൾ നമ്മളെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ നമുക്കൊന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിച്ചവർ നമ്മളെ തട്ടി എറിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് പണം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മളെ ആര് പാലോചിച്ചാലും കുഴപ്പമില്ല, ആര് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആവോ നമുക്കു തിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമ. ഒന്ന് ആരൊക്കെ എന്തൊക്കെ പറയുന്നില്ലേ? ഋഭൂഷനെന്നു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാപി എന്നു പറയുന്നാകിലും മനസ്സി ആവോ നമുക്ക്. ചിലർ ഭ്രാന്തൻ എന്ന് വിളിക്കും. സ്വാമിക്ക് വേറെ ജോലിയില്ലേ അതൊക്കെ വട്ടാണെന്ന് പറയും. അതൊക്കെ സ്ഥിരം വിശേഷണങ്ങളാണ് ഒരു ആധ്യാത്മിക ജീവി കിട്ടുന്നത്. നിങ്ങൾ സഹസ്രനാമം ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ ആളുകൾ തന്നെ പറഞ്ഞു വേറെ വേലയില്ലേ എന്ന് പറയും. അല്ലെ അയൽക്കാർ പറയും ചില ഒരു ഭയങ്കര ഭക്തം വന്നിരിക്കുന്നു. ആവോ നമുക്ക് തിരിയായെന്നുറച്ചിതൊന്നും കേട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനെന്താണ് ചെയ്യുന്നത്? തിരുനാമങ്ങൾ ചൊൽക ഹരിനാരായണായ നമ. ഓം ഗുരുകടാക്ഷം പരിപൂർണം. ഓം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. എന്നമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം.